ഏറ്റവും പുതിയ വാർത്തയിലേക്ക്. പമ്പയിൽ സർക്കാർ ആഗോള അയ്യപ്പ സംഗമത്തിന് തയ്യാറാക്കിയ അയ്യപ്പ ചിത്രങ്ങൾ കത്തിച്ചു. പ്രതിനിധികൾക്ക് കഴുത്തിലണിയാൻ തയ്യാറാക്കിയ അയ്യപ്പ ചിത്രത്തോടു കൂടിയ ടാഗുകളാണ് കത്തിച്ചത്. സംഗമത്തിൽ ആളൊഴിഞ്ഞതോടെ അധികം വന്ന ടാഗുകളാണ് കത്തിച്ചത്. പമ്പയിലെ ഇൻസിനറേറ്ററിൽ ഇട്ടാണ് ടാഗുകൾ കത്തിച്ചത്. ടാഗുകൾ കൂട്ടത്തോടെ പമ്പയിൽ ഉപേക്ഷിച്ചതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ഒപ്പം ചേരുന്നു. ഗോകുൽ, ഇന്നലെ ഗോകുൽ തന്നെ നൽകിയ വാർത്തയുണ്ട്. 1/2 കോടി രൂപയുടെ ഭക്ഷണം പാഴായി, ആ ഭക്ഷണം മാലിന്യ പ്ലാന്റിൽ നിക്ഷേപിച്ചു എന്ന്. ഇതിപ്പോൾ അയ്യപ്പ ചിത്രങ്ങൾ കത്തിക്കുന്നു. നോക്കൂ, ഏതൊരു വിശ്വാസിക്കും ഇത് സഹിക്കാവുന്ന കാര്യമല്ല. വിശ്വാസികളുടെ കാര്യമാണ് കേട്ടോ. അവിശ്വാസികൾ ഇതിനെയൊക്കെ കഴുത്തിലണിയാൻ ശ്രമിക്കുന്നതിൻ്റെ കുഴപ്പമോ തെളിയുന്നത്? വിശ്വാസികൾക്ക് വലിയ രീതിയിൽ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. അതിന്റെ പ്രതിഷേധങ്ങൾ പലയിടങ്ങളിലായിട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കമായിട്ട് ഇപ്പോൾ ഉയർന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഈ അയ്യപ്പന്റെ ചിത്രങ്ങൾ അവ കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു നടപടിയാണ് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നത്. പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമത്തിന് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ടാഗുകളാണ് ഇത്തരത്തിൽ കൂട്ടത്തോടെ, ആയിരക്കണക്കിന് ടാഗുകൾ കൂട്ടത്തോടെ കത്തിച്ചത്. ഈ ടാഗുകളിലെല്ലാം ഭഗവാൻ അയ്യപ്പന്റെ ചിത്രങ്ങളോട് കൂടിയവയായിരുന്നു ആ ടാഗുകൾ. അവ ഈ പ്രതിനിധികൾക്ക് കഴുത്തിലണിയാൻ വേണ്ടി തയ്യാറാക്കിയിരുന്നതാണ്. 5000-ലധികം ടാഗുകൾ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ സമ്മേളനത്തിന് ഈ പ്രതിനിധികൾ 1000-ൽ താഴെ ആളുകൾ മാത്രമാണ് വന്നതെന്നുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നതാണ്. അതിനുശേഷം മിച്ചമുണ്ടായിരുന്ന ഈ ടാഗുകൾ മുഴുവൻ അന്ന് രാത്രി തന്നെ കൂട്ടിയിട്ട് കത്തിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്തത് എന്നുള്ള വിവരങ്ങൾ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുകയാണ്. പമ്പയിൽ നിന്നും സന്നിധാനത്തേക്ക് പോകുന്ന വഴിയുള്ള ഇൻസിനറേറ്ററിൽ അതിനുള്ളിൽ ഇട്ടിട്ടാണ് ഈ ടാഗുകൾ കൂട്ടത്തോടെ കത്തിക്കുന്ന ഒരു നടപടി ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൂടാതെ ഈ പമ്പയുടെ കാടുകളിലും മറ്റു പരിസര പ്രദേശങ്ങളിലും ഒക്കെ ടാഗുകൾ കൂട്ടത്തോടെ വലിച്ചെറിഞ്ഞിരിക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വരികയും നമുക്ക് ലഭ്യമാവുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയൊരു നിഷേധാത്മക നടപടി തന്നെയാണ് ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചതുപോലെ തന്നെ ഭക്ഷണം വലിയ അളവിൽ കൊണ്ട് തള്ളി ഉപേക്ഷിക്കുന്ന വാർത്ത പുറത്തു വന്നിരുന്നതാണ്. അതിന് പിന്നാലെയാണ് എന്തായാലും ഈ അയ്യപ്പ ചിത്രങ്ങളോട് കൂടിയിട്ടുള്ള ടാഗുകൾ മറ്റ് മാലിന്യങ്ങളോടൊപ്പം കൂട്ടിയിട്ട് കത്തിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നത്. ആകെ ഒരു ഭക്തരെ അടക്കം അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികൾക്കടക്കം മാനസികമായിട്ട് വലിയ വിഷമം ഉണ്ടാക്കുന്ന സംഭവങ്ങളൊക്കെ തന്നെയാണ് ഈ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം ദേവസ്വം ബോർഡിന്റെ ഭാഗത്ത് നിന്നടക്കം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ സംഭവത്തിനെതിരെയും സമൂഹ മാധ്യമങ്ങളടക്കം വലിയ പ്രതിഷേധങ്ങൾ ഇതിനോടകം ഉയർന്നു കഴിയുകയും ചെയ്തിട്ടുണ്ട്. കൃഷ്ണയാൽ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിശ്വാസികൾ കഴുത്തിലണിഞ്ഞത് കൊണ്ട് തന്നെയാവാം ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് തന്നെ നമ്മൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഗോകുൽ, ഒന്നിനും ഒരു കണക്കുണ്ടായിരുന്നില്ല, കൃത്യമായ വിലയിരുത്തലുകൾ നടന്നില്ല. അതൊക്കെയല്ലേ ഇതിലൂടെ വ്യക്തമാകുന്നത്? അതായത് ടാഗുകൾ ഉപേക്ഷിക്കപ്പെടുന്നു, ഭക്ഷണം ബാക്കി വരുന്നു, വലിയ പന്തൽ നിർമ്മിച്ചിട്ട് കുറച്ചാളുകൾ വന്നു എന്ന കുറ്റസമ്മതം PS പ്രശാന്ത് ദേവസ്വം പ്രസിഡന്റ് തന്നെ നടത്തുന്നു. അപ്പോൾ ഒരു ധാരണയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ തന്നെയാണ്. അതായത് ഒരു ആസൂത്രണമോ കൃത്യമായിട്ടുള്ള പദ്ധതിയോ പ്ലാനിങ്ങോ ഒന്നുമില്ലാതെ തന്നെയാണ് ഈ പമ്പയിലെ ആഗോള സംഗമം നടന്നതെന്നുള്ള കാര്യം സുവ്യക്തമായിട്ടുള്ള കാര്യമാണ് നേരത്തെ മുതൽ തന്നെ. അല്ലെങ്കിൽ ഇത്രയോ തലേ ദിവസം പോലും ദേവസ്വം മന്ത്രി അടക്കം വലിയ അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നു. ഇത്രയും ആളുകൾ പങ്കെടുക്കും, ഇത്രയും പേർ രജിസ്ട്രേഷൻ ചെയ്തു, വിദേശത്ത് നിന്നടക്കം ഇത്ര പേരെത്തും എന്നൊക്കെ ഒരു പദ്ധതിയും അല്ലെങ്കിൽ ഒരു അതിന് പ്ലാനും ഇല്ലാതെ അങ്ങ് പറയുകയായിരുന്നു ഉണ്ടായത്. പക്ഷേ ഈ സമ്മേളനം തുടങ്ങിയിട്ടുള്ള ആദ്യ മണിക്കൂറിൽ തന്നെ അതിന്റെ യഥാർത്ഥ നേർചിത്രം പുറത്തു വരുന്നു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഉദ്ഘാടന പ്രസംഗം നടത്തുമ്പോൾ പോലും വേദികൾ കാലിയായിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം. ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെയും ഉദ്ദേശങ്ങളെല്ലാം പാളിപ്പോകുന്ന രീതിയിലുള്ള നടപടികളാണ് ഉണ്ടായത്. എന്തായാലും ഇതൊന്നും കണക്കാക്കാതെയാണ് അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ അവിടെ നടത്തുകയുണ്ടത്. ഭക്ഷണത്തിന്റെ കാര്യത്തിലായാലും ഇരിപ്പിടത്തിന്റെ കാര്യത്തിലായാലും ഈ പറഞ്ഞ പോലെ ടാഗുകളുടെ കാര്യത്തിലായാലും ഒക്കെ തന്നെ. എന്തായാലും കണക്കുകൂട്ടലുകളൊന്നുമില്ലാതെ, പദ്ധതികളൊന്നുമില്ലാതെ ഈ ആർഭാടപൂർവ്വം പൈസ ചെലവാക്കി ഇത്തരത്തിൽ ഒരുക്കങ്ങൾ തയ്യാറാക്കിയത് കൊണ്ട് തന്നെയാണ് അവയെല്ലാം അതിനുശേഷം പാഴായി ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുള്ളത്. എന്തായാലും കൃത്യമായിട്ട് ഇവരുടെ ഭാഗത്തു നിന്നും ഒരു അനാസ്ഥ ദേവസ്വം ബോർഡിന്റെയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. 7 കോടിയോളം രൂപ
ചെലവായിട്ടുണ്ട് എന്നുള്ളതാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചിരിക്കുന്നത്. അത് കൂടുതൽ ഒരുപക്ഷെ ചെലവായിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. എന്തായാലും 7 കോടി രൂപ എന്ന് പറയുന്നത് ചെറിയ തുകയല്ല. ഈ തുകയിൽ അധികവും അനാവശ്യമായിട്ട് പാഴായി പോയി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ വാർത്തകളൊക്കെ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഇതുമൂലം ഇത്രയധികം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചൊരു പരിപാടി നടത്തിയത് കൊണ്ട് എന്ത് ഗുണം അവിടെ ഉണ്ടായി എന്നുള്ളതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ശബരിമലയ്ക്കോ പമ്പയ്ക്കോ അല്ലെങ്കിൽ അവിടുത്തെ ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ എന്തെങ്കിലും ഗുണം ഇതുമൂലം ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. അതല്ലെങ്കിൽ സർക്കാർ ഉദ്ദേശിക്കുന്ന രീതിയിൽ വലിയ സെമിനാറുകളൊക്കെ കൊട്ടിഘോഷിച്ച് നടപ്പാക്കി, പക്ഷെ അതിലൂടെ പോലും ഉദ്ദേശിച്ച ലക്ഷ്യം അല്ലെങ്കിൽ ഫലപ്രാപ്തി ഉണ്ടായിട്ടില്ല എന്നുള്ളത് എന്തായാലും വ്യക്തമായിരിക്കുന്ന കാര്യം തന്നെയാണ്. കോടിക്കണക്കിന് രൂപ പാഴായി പോയി എന്നുള്ളത് മാത്രമാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ബാക്കി പത്രം. ശരിയാണ്, ഭക്തരെ മുറിവേൽപ്പിക്കുന്നത്, വിശ്വാസങ്ങളെ പരിഗണിക്കാതിരിക്കുന്നത് അങ്ങനെ തുടരുകയാണ്. പമ്പയിൽ സർക്കാരിൻ്റെ ആഗോള അയ്യപ്പ സംഗമത്തിന് തയ്യാറാക്കിയ അയ്യപ്പ ചിത്രങ്ങൾ കത്തിച്ചു. നിരവധി ചിത്രങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വിവരങ്ങൾ നൽകുകയായിരുന്നു ഗോകുൽ.